കച്ചവടക്കാരെയും നാണയമാറ്റക്കാരെയും ദേവാലയത്തിൽ നിന്ന് അടിച്ചോടിച്ച യേശു യഹൂദ നേതാക്കളോട് പറഞ്ഞു, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു, നിങ്ങളോ അതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നു. ലൂക്കാ എഴുതിയ സുവിശേഷം അധ്യായം 19 വാക്യം 46 ഇത് നമ്മൾ വായിക്കുക. ദേവാലയം ദൈവത്തിൻ്റെ പ്രത്യേക സാന്നിധ്യമുള്ള ഇടമാണ്. അത് പ്രാർത്ഥനയുടെ സ്ഥലമാണ്. മനുഷ്യൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് ശക്തി പകരുന്ന സ്ഥലം. അത് പവിത്രമായി സൂക്ഷിക്കണം. അതിൻ്റെ പരിശുദ്ധിക്കനുസരിച്ച് വേണം അവിടെ ഓരോന്നും ചെയ്യുവാൻ. ദേവാലയത്തിലെ നമ്മളുടെ പരിശ്രമം, നമ്മളുടെ പ്രവർത്തനം എങ്ങനെയാണെന്ന് പരിശോധിച്ച് നോക്കേണ്ടതാണ്.